നോ, അരുണാചലം, ആദിത്യ അരുണാചലം. அலெக்ஸ் பாண்டியன் மாதிரி அடுத்த ஒரு ஆளு ஆதித்ய அருணாச்சலத்தை பார்த்துருக்கோம். தலைவர் இன்னும் அலெக்ஸ் பாண்டியனோட ஒரு படி மேல. മുരുകദോസ് അണ്ണൻ വിജയണ്ണനെ വെച്ച് പണിയതിനു ശേഷം സൂപ്പർ സ്റ്റാർ തലവർക്ക് പണിയ സിനിമയാണ് ദർബാർ. സിനിമ കണ്ടിട്ട് ഒരു ഓളം കിട്ടിയില്ലെങ്കിലും പണ്ട് ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ ഒരു രോമാഞ്ചമായിരുന്നു. ബട്ട് ഇപ്പോൾ കണ്ടപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടത് മലയാളം ഡബ്ഡ് വെർഷനാണ്. സോ ആക്ച്വലി മലയാളം ഡബ്ഡ് വാസ് ഡാമിൻ ഗുഡ്. ഈ കൈയുടെ മുട്ട്, കാലിന്റെ മുട്ട് അതെല്ലാം വിട്ടിട്ട് നേരെ നെഞ്ചിലേക്ക്. ഈ സിനിമയിൽ തലവരുടെ റോൾ എന്ന് വെച്ചാൽ വെറുതെ പോണവരെ കയറി അച്ഛ എന്ന് വിളിക്കുന്നതാണ്. ഇതിൽ മെയിൻ പാസമാണ്. മുരുകദോസിന്റെ എല്ലാ സിനിമയിലും ആളുകളെ പിടിച്ചിരുത്താൻ പാസം കൊണ്ടുവരാറുണ്ട്. ഇതിലും അതേ സെയിം പാറ്റേൺ ആണ്, സെയിം പാസം ഇതിലും ഉണ്ട്. മോൾ പാസ്. ഇതിൽ മോളെ പറ്റി പറയുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അച്ഛന് ലൈന് സെറ്റായി കൊടുക്കാൻ വേണ്ടി കൂടെ നിൽക്കും. ഇതാണ് മെയിൻ ജോലി. 75 വയസ്സായ കളവിന് 26 വയസ്സുള്ള പെണ്ണ് സെറ്റാക്കാൻ അതും വളരെ മികച്ച രീതിയിൽ തന്നെ അത് മുരുകദോസ് പണിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ വില്ലനെയാണ്. വില്ലൻ ഏതോ കോപ്പിലത്തെ വലിയ മൊണ്ണയാണെന്ന് പറഞ്ഞിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബിൽഡിങ്ങിൽ ഒളിച്ചാണ് താമസിക്കുന്നത്. വില്ലനെ കാണുമ്പോൾ വലിയ കൊണച്ച വില്ലനാണെന്ന് തോന്നും. ബട്ട് 5 പൈസയ്ക്ക് ഗതിയില്ലാത്തൊരു മൊണ്ണേഷ് കുമാറാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ആദ്യം കാണിക്കുന്നത് മുംബൈയിലെ എല്ലാ വലിയ ഗാങ്സ്റ്റേഴ്സിനെയും റൗഡീസിനെയും എൻകൗണ്ടർ ചെയ്യുന്ന തലൈവരെയാണ് കാണിക്കുന്നത്. ഇതറിഞ്ഞ് ഏതോ ചെറിയ മൊണ്ണ തലൈവറിനെ വെല്ലുവിളിക്കും. അതോടെ അവനും പെട്ടിയിലാവുന്ന ഉറപ്പ് വന്നുകൊണ്ട് അവരേതോ വലിയ മൊണ്ണയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. അവിടെ തലൈവർ വന്ന് തൂഫാനാക്കും. അണ്ണന് ഒറ്റയ്ക്ക് അത്രയും വരെ പണി വിടും. തലവരെ കണ്ണിൽ കാണുന്ന എല്ലാ റൗഡേഴ്സിനെയും പണി വിടും. അത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ആ അണ്ണന്റെ ഫ്ലാഷ് ബാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഒരു പാട്ടിലാണ് ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നത്. ഈ പാട്ട് തമിഴിൽ കേൾക്കാൻ നല്ല രസമായിരിക്കും. ബട്ട് മലയാളത്തിലേക്ക് വന്നപ്പോൾ എന്തോന്നൊക്കെയോ അപരാധങ്ങളാണ് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് അണ്ണന് ഒരു ന്യൂ മിഷൻ കിട്ടും. മുംബൈയിലുള്ള എല്ലാ റൗഡീസിനെയും ഡ്രഗ്സ് ഡീലേഴ്സിനെയും പിടിക്കാൻ വേണ്ടി. അണ്ണന് പോലീസ് യൂണിഫോമിനോട് അത്രയ്ക്ക് ബഹുമാനമുള്ളതുകൊണ്ട് അപ്പം തന്നെ ഫ്ലൈറ്റിൽ കയറി മുംബൈയിലെത്തും. അപ്പോഴാണ് ഡെപ്യൂട്ടി സിഎമ്മിന്റെ മോൾ ആരോ തട്ടിക്കൊണ്ട് പോയത്. അണ്ണൻ എന്തൊക്കെയോ അപരാധങ്ങൾ കാണിച്ചു ഒരു പെണ്ണിന് പകരം 3-4 കണ്ടെയ്നർ പെണ്ണുങ്ങളെ കണ്ടുപിടി. അണ്ണൻ ഒരു സംഭവം തന്നെ. അതെ, ഡ്യൂട്ടിക്കിടയിൽ കേക്ക് കഴിച്ചോണ്ടിരിക്കുന്ന അണ്ണൻ ഒരു സംഭവം തന്നെ. ആദിത്യ അരുണാചലം. അങ്ങനെ ഇവരെല്ലാം തട്ടിക്കൊണ്ടുപോയ ഗ്യാങ് ലീഡറിനെ അണ്ണൻ ചുമ്മാ തൂക്കിയെടുക്കും. അത് കഴിഞ്ഞ് സമയം പോകാൻ വേണ്ടി 75 വയസ്സുള്ള കിളവന്റെയും 25 വയസ്സുള്ള പെണ്ണിന്റെയും കുറച്ച് റൊമാൻറ്റിക് ക്യൂട്ട് അപരാധങ്ങളാണ്. നിങ്ങൾ ഇത് കണ്ടാൽ ഒരിക്കലും ഓവർ ആക്ടിങ് എന്ന് പറയും. എന്നിട്ട് അണ്ണൻ ചേച്ചിക്ക് ഡ്രൈവിംഗ് സ്കൂളിന്റെ ക്ലാസ് ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കും. കാർ ഓടിക്കുമ്പോൾ മാത്രം ഹോർൺ അടിക്കണമെന്നൊന്നുമില്ല. ആരെങ്കിലും തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഹോർൺ അടിക്കാം, വൈപ്പർ ഓൺ ചെയ്യാൻ, ലൈറ്റ് അടിക്കാം. അണ്ണൻ ജോഗിങ്ങിൽ എങ്ങനെ കാറിൽ പോകാമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഇതെന്താ എല്ലാരും അവിടേക്ക് ഓടുന്നേ? ജോഗിങ് ചെയ്യൂല്ലേ? ഇയാള് ഞാനും ജോഗിങ് ചെയ്യാൻ പോവാ. വണ്ടി കയറി അവരെക്കാളും മുമ്പിൽ കൊണ്ടുപോയി. അങ്ങനെ അണ്ണനും ചേച്ചിയും തമ്മിലുള്ള ഒരു സെറ്റായ രീതിയിലുള്ള ഒരു മൂഡ് ലവ് സോങ്. അക്കൗണ്ടിൽ വാഴുമേ കൂടെ നീ കൂട്ടുകില്ലേ ഫ്ലോ ഇല്ലാതെ പാടുമേ എന്നാളും കേട്ടുകൊള്ളുക പാലില്ലാത്ത വാനരൻ ഫ്രണ്ടെന്ന് ചൊല്ലിടൂ നീ കണ്ണൊന്ന് വാഴിടാതെ എന്നാളും നോക്കിടാം ഞാൻ. അങ്ങനെ അണ്ണൻ ജയിലിൽ കിടക്കുന്ന ഗ്യാങ് ലീഡറിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു. അവനാണെങ്കിൽ താഴെ ലാൻഡിൽ ചില്ലായിട്ട് അടിച്ചു പൊളിച്ച് നടക്കും. അവൻ അണ്ണൻ ചുമ്മാ തൂക്കും, എന്നിട്ട് കൊല്ലും. എന്നിട്ട് ആ ബോഡി മീഡിയയുടെ മുമ്പിൽ ജയിലിൽ കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ടിസ്റ്റ്, ആ മരിച്ചത് വലിയൊരു ഗ്യാങ് സ്റ്റാറിന്റെ മകനാണെന്ന്. ബട്ട് അത് അണ്ണൻ അറിഞ്ഞില്ല. അങ്ങനെ അതിന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി അണ്ണൻ ഒളിച്ച് ഇന്ത്യയിൽ വരും. വാവ്, വാട്ട് എ ടെക്നിക്. അങ്ങനെ ഇത് കഴിഞ്ഞ് വീണ്ടും മുരുകദോസ് അണ്ണൻ വെറുപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു കുണച്ച പാട്ടങ്ങ് വിടും. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് അണ്ണൻ ഇവിടെ റിവെഞ്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് തലൈവർ അവിടെ മകളോടൊപ്പം അടിച്ചു പൊളിച്ച് നടക്കുന്നത്. നല്ലോണം ചിരിച്ചു. അടുത്ത മൂവ്മെന്റ് മുരുകദോസ് അണ്ണൻ ചിരിയെ മാറ്റി കരച്ചിലാണ്. അങ്ങനെ രാത്രി മെട്രോ സ്റ്റേഷനിൽ വെച്ച് അണ്ണനെ തട്ടണ ആളുകൾ വരും. അണ്ണൻ ചുമ്മാ കൈ കൊണ്ട് തട്ടിയാൽ എല്ലാവരും തെറിച്ചു പോകും. എന്തോന്ന് മുരുകദോസ് അണ്ണ പണി വെച്ചിരിക്ക. ഈ സ്ലോ മോഷൻ എങ്കിലും ഒന്ന് മാറ്റി പിടിച്ചു. എന്നിട്ട് അവിടുത്തെ ചേച്ചിമാരെ കെട്ടിപ്പിടിച്ചോ. ചേച്ചിമാരല്ല എന്നാലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും.
അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോണ വഴി കാർ ആക്സിഡന്റ്, അങ്ങനെ അണ്ണന്റെ മോൾ മരിക്കും. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, മുരുകദോസ് അണ്ണൻ അങ്ങനെയല്ലേ പണ്ണുള്ളൂ. അത് കഴിഞ്ഞ് അണ്ണന് വട്ടളവ്, എല്ലാ റോഡീസിനെയും എൻകൗണ്ടർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് പോലീസുകാരെ ഗ്യാങ്സ്റ്റർ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ കുറച്ചു പേർക്ക് പരിക്ക് പറ്റും. അപ്പോഴാണ് 4 ദിവസം കൊണ്ട് ഫിസിക്കൽ ഫിറ്റ് ടെസ്റ്റ് കളിക്കണമെന്ന് അണ്ണനോട് പറയണം. അപ്പോൾ ഇതുവരെയും ജിമ്മിൽ പോവാത്ത തന്നെ 4 ദിവസം കൊണ്ട് ജിമ്മിൽ പോയി ഫിറ്റ് ആണെന്ന് തെളിയിക്കും. ഹൗ ദിസ് ഈസ് പോസിബിൾ മുരുകദോസ്? ഇത് കഴിഞ്ഞ് ക്ലൈമാക്സിൽ അണ്ണനും ഗ്യാങ്സ്റ്റർ അണ്ണനും തമ്മിൽ ഒരു കൊണച്ച ഫൈറ്റ് ആണ്. സത്യം പറഞ്ഞാൽ അണ്ണനല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഡൂപ്പ് വെച്ചാണ് സ്റ്റൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അണ്ണൻ അവനെയും പണി വിടും. ശുഭം.